അങ്ങനെ ബോയ്സിന്റെ സീസൺ 5 ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരു മിക്സഡ് റിയാക്ഷൻ ആയിരിക്കും. എന്തോന്ന് ഇത് ഇത്രയും മോശമായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്, സ്ട്രേഞ്ചർ തിങ്സ് ഇതിലും ബെറ്റർ ആണെന്ന് പലർക്കും തോന്നിക്കാണും. ആർക്കൊക്കെ അങ്ങനെ തോന്നിയെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നാലും കുറെ കാര്യങ്ങൾ മോശമായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ട്. അവസാനത്തെ എപ്പിസോഡിന്റെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് മൊത്തം ഒരു ഫില്ലറാണ്. എന്തോന്നാടാ ഇത്, ഇവിടെ എന്തോ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും എല്ലാം ഒന്ന് നോക്കാം. എല്ലാ ക്യാരക്ടേഴ്സിന്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്, അമേസിംഗ് ആണ്, അതിലൊരു കുറവും പറയാനില്ല. അതും ഹോംലാൻഡറിനെയും ബുച്ചറിനെയൊക്കെ എടുത്തു പറയണം. ഫിനാലയിൽ അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഹോംലാൻഡറിനെ കൊന്നതിന് ശേഷം ബുച്ചറിന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. ബുച്ചർ ഹോംലാൻഡറിനെ കൊന്നതിന് ശേഷം ബുച്ചർ കുറച്ച് സാഡ് ആയിട്ടിരിക്കുന്ന പോലെ കാണിക്കും. അതിന് കാരണം ഹോംലാൻഡറിനെ കൊല്ലണമെന്നും പറഞ്ഞായിരുന്നല്ലോ ഇത്രയും നാൾ ബുച്ചർ പ്ലാനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടന്നത്. സോ ഫൈനലി ഹോംലാൻഡർ മരിച്ചു കഴിഞ്ഞപ്പം ബുച്ചർ വിചാരിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ആ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം ബുച്ചറിന്റെ മുഖത്ത് നല്ലപോലെ തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. സോ അതൊക്കെ എടുത്ത് പറയണം. ആ ആക്ടിങ് പെർഫെക്റ്റ് ആയിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബുച്ചറിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിനെ വെല്ലുന്ന പെർഫോമൻസ് ആയിരുന്നു വേറെ ആര്, നമ്മൾ ആന്റണി സ്റ്റാർ ഹോംലാൻഡർ. കാരണം അവസാന എപ്പിസോഡിന്റെ ഒരു പോയിന്റ് വരെയും ഞാനാണ് വലിയവൻ, ഞാനാണ് എല്ലാത്തിനും അധിപതി എന്ന് വിചാരിച്ച അഹങ്കാരത്തോടെ ഇരുന്ന ഹോംലാൻഡർ പവേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഉടനെ ഒരു കൊച്ചായിട്ട് മാറും. ഹോംലാൻഡറിനെ കണ്ടിട്ട് നമുക്ക് വിഷമം തോന്നും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ആന്റണി സ്റ്റാറിന്റെ ഉണ്ടായത്. ഐ മീൻ ഹോംലാൻഡറിന് പവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവനെ അടിച്ച് കൊതറി എടുക്കണമെന്ന് തോന്നിയ നമുക്ക് ഹോംലാൻഡറിന്റെ പവേഴ്സ് ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമുക്ക് ചെറിയൊരു മനസ്സലിവ് തോന്നും. സോ അതാണ് പെർഫോമൻസ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹോംലാൻഡറിന്റെ റൈറ്റിംഗ് അടിപൊളിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, പവേഴ്സ് ഇല്ലാതെ ആരും ഹോംലാൻഡറിന് ബഹുമാനിക്കത്തുമില്ല, റെസ്പെക്റ്റും കൊടുക്കത്തില്ല. ഒരു പക്ഷേ ഹോംലാൻഡർ പവേഴ്സ് ഒന്നും ഇല്ലാതെ പബ്ലിക്കിലോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ അവനെ പബ്ലിക് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. പക്ഷേ ഇങ്ങനെ ഒരു സീൻ അവർക്ക് വെക്കായിരുന്നു. ആ ഒരു സിറ്റി മുഴുവൻ ഹോംലാൻഡർ നശിപ്പിക്കുന്നു, എന്നിട്ട് ഹോംലാൻഡറിന്റെ പവേഴ്സ് പോകണമായിരുന്നു, എന്നിട്ട് അവനെ പബ്ലിക്കിലോട്ട് ഇറക്കണം. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് എന്റെ അഭിപ്രായമാണ്. ഐ മീൻ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഇതാണ് നമ്മൾ മനസ്സിൽ കണ്ട അൾട്ടിമേറ്റ് ഹോംലാൻഡർ എന്നൊരു സംഭവം നമ്മൾ മനസ്സിൽ ഉണ്ടായിരുന്നേനെ. നല്ലൊരു ചാൻസ് ആയിരുന്നു, അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ബഡ്ജറ്റും ഉണ്ടായിരുന്നു. ബട്ട് എന്താ അവരത് മിസ് ചെയ്തു. കുറെ എപ്പിസോഡൊക്കെ ഫില്ലറൊക്കെ ആഡ് ചെയ്ത് വേസ്റ്റ് ആക്കി കളഞ്ഞു. സോ ഹോംലാൻഡർ ബില്ലി ബുച്ചർ സ്റ്റോൾ ദ ഷോ. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് നമ്മളെ കിമിക്കോയും ഹ്യൂയിയാണ്. ഇവരുടെ പെർഫോമൻസ് നല്ല സോൾഡ് ആയിരുന്നു. ബട്ട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് സീരീസിലെ വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. ബോയ്സിന്റെ സ്പിൻ ഓഫ് ആയിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു, ജെൻവി. അതിന് 2 സീസൺ ഉണ്ടായിരുന്നു. സോ അതിലെ 3 ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. സോ അതിലെ മെയിൻ ക്യാരക്ടറും ഹോംലാൻഡറും ഒഡേസ പ്രോജക്ട് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിലെ 2 സബ്ജക്റ്റുകളായിരുന്നു. സോ ലിറ്ററലി ഹോംലാൻഡറും ഈ പെണ്ണും സെയിം ലെവൽ പവർ ആണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അവൾ ഇനി എന്തോ ചെയ്യാൻ പോകുന്നു, ആ ഒരു ക്യൂരിയോസിറ്റി ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് സൂപ്പർ ഹീറോസിനെ കൊല്ലുന്ന ഒരു വൈറസ്. ആ വൈറസ് വെളിയിലോട്ട് വന്ന എല്ലാ സൂപ്പർ ഹീറോസും മരിക്കും. എല്ലാ സൂപ്പർ ഹീറോസ് എന്ന് പറയുമ്പോൾ ഇതിൽ നല്ലവരും ഉണ്ട്. സോ അങ്ങനെ ഒരു മൊറാലിറ്റി എന്നാണ് സീരീസ് തുടങ്ങുന്നത്. ആ ഒരു വൈറസിന്റെ ടോപ്പിക്കുമായിട്ട് മാത്രം മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു സീരീസ് ആയിരുന്നേനെ. ആ ഒരു മൊറാലിറ്റീനെ വെച്ച് മാത്രം കഥ എഴുതുന്നത് ഒരു ടഫായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബോയ്സ് ഫാൻഡം 2ആയിട്ട് തിരിഞ്ഞേനെ. ഒന്ന്, എല്ലാ സൂപ്പർ ഹീറോസും മരിക്കണം. രണ്ടാമത്തേത്, അല്ല, എല്ലാവരും മരിക്കാൻ പാടില്ല, അതിൽ കുറച്ച് നല്ല സൂപ്പർ ഹീറോസും ഉണ്ട്. സോ അങ്ങനെ കഥ എഴുതുന്നത് പാടായിരിക്കും. അതുകൊണ്ടായിരിക്കണം അവർ സോൾജർ ബോയിന്റെ റേഡിയേഷന്റെ പവറിലോട്ട് അവർ പോയത്. ബട്ട് എന്നിരുന്നാലും സീരീസിന്റെ അവസാനം വരെയും എന്ത് നടക്കും എന്ന ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന സെറ്റപ്പ് ആയിരുന്നു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു സീരീസ് ആയിരുന്നേനെ. എറിക് ക്രിപ്കി ഇവിടെ ഞാൻ മാത്രം മതിയെന്നും പറഞ്ഞ് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പ്ലോട്ട് പോയിന്റും സെറ്റപ്പും എല്ലാം നല്ലതായിരുന്നു. ആക്ഷൻ സീക്വൻസസ് ഒക്കെ കുറവാണെങ്കിലും ഒരുവിധം ഉണ്ടെന്ന് പറയാം. എനിക്ക് ഹോംലാൻഡർ ട്രെയിനെ ചേസ് ചെയ്യുന്ന ആ ഒരു സീൻ ഇഷ്ടപ്പെട്ടു. സോ ഇതോടെ ആന്റണി സ്റ്റാർ ഹോംലാൻഡറായിട്ട് അഭിനയിക്കുന്നത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും സൂപ്പർ ഹീറോ ജോണറിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ബട്ട് ജെയിംസ് ഗണ്ണിന്റെ DC യൂണിവേഴ്സിൽ ആന്റണി സ്റ്റാർ റിവേഴ്സ് ഫ്ലാഷ് ആയിട്ട് വന്ന അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രെയിനിന്റെ ആ ഒരു ചേസും മരണവും ഒക്കെ കൊള്ളായിരുന്നു. സോ ആ ഒരു സീനിലൊക്കെ ഇവര് പൈസ ഇറക്കിയിട്ടുണ്ട്. ബട്ട് ഫിനാലയിലോട്ട് വരുമ്പോ അതിനൊന്നും പൈസ മാറ്റിയേ വെച്ചിട്ടില്ല എന്ന രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഹോംലാൻഡർ ജീസസ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ അത് കുറച്ച് ഓവറായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹോംലാൻഡർ ഇങ്ങനെയാണ്. V1 കിട്ടിയതിന് ശേഷം ഹോംലാൻഡർ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഒക്കെ നോക്കിയാണ്, പ്രാക്ടിക്കൽ എഫക്ട്സിലാണ് മിക്കതും പുൾ ചെയ്തത്. മിനിമം ബഡ്ജറ്റിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ബട്ട് സ്റ്റിൽ ഒരു മിഡ് സീസൺ ആണ്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ചെയ്യായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് നെഗറ്റീവ് സൈഡിലോട്ട് പോയ ഫില്ലർ എപ്പിസോഡ്സ്. സീരീസിൽ ഉടനീളം ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു. 8ാമത്തെ എപ്പിസോഡ് ഒരു ഫിനാലെ ആണോ എന്ന് നമുക്ക് തോന്നിയതേ ഇല്ല. ഒരു സാധാരണ എപ്പിസോഡ് കാണുന്ന പോലെയാണ് നമ്മൾ പ്രീ ഫിനാലെ 7ാമത്തെ എപ്പിസോഡ് കണ്ടത്. അതൊക്കെ ഭയങ്കര വീക്ക് ആയിട്ടുള്ള എലിവേഷൻ ആയിരുന്നു. പ്ലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ആദ്യം ജെൻവിയിലെ ഹീറോസ്, പിന്നെ സൂപ്പർ ഹീറോസിനെ കൊല്ലുന്ന വൈറസ്, പിന്നെ V1 കോമ്പൗണ്ട്, പിന്നെ കിമിക്കോന് സോൾജർ ബോയിന്റെ റേഡിയേഷന്റെ പവർ കിട്ടും. അങ്ങനെ ഹോംലാൻഡറിനെ കൊല്ലാൻ ഓരോ പ്ലോട്ട് ഓരോ സെക്കൻഡ് മാറ്റിക്കൊണ്ടേയിരിക്കും. സോ ഇതിന്റെ ഒരു പ്രശ്നം എന്തോ ആണെന്ന് വെച്ചാൽ മിക്ക എപ്പിസോഡും നമുക്കൊരു ഫില്ലർ ആയിട്ടേ തോന്നുള്ളൂ. 3 എപ്പിസോഡ് V1 കണ്ടുപിടിക്കാൻ അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ V1 എടുത്തതിലൂടെ ഹോംലാൻഡർ ഇമ്മോർട്ടലായി, പിന്നെ വൈറസിന് ഇമ്മ്യൂണായി. ഇനി ഈ V1 എടുത്തോണ്ടാണോ എന്നറിയത്തില്ല, ഹോംലാൻഡർ കുറച്ച് വീക്ക് ആയതുപോലെയാണ് ഫിനാലയിലെ ഫൈറ്റ് കാണിച്ചിരിക്കുന്നത്. ഹോംലാൻഡർ ട്രെയിനേക്കാളും ഭയങ്കര ഫാസ്റ്റ് ആണ്, എന്നിട്ട് പോലും ബുച്ചറിന്റെ അടുത്തും കിമിക്കോന്റെ അടുത്തും രക്ഷപ്പെടാൻ പറ്റത്തില്ല. സോ അതൊന്നും നമുക്കത്ര ജസ്റ്റിഫൈഡ് അല്ല. വലിയൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫൈറ്റ് ഇല്ലാതെ കിമിക്കോ ബ്ലാസ്റ്റ് ചെയ്ത് ഹോംലാൻഡറിന്റെ പവർ പോയി ചത്ത്, അങ്ങനെ അങ്ങ് തീർത്ത് കളഞ്ഞു. വെറും 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ തീർക്കാനായിരുന്നു 4-5 എപ്പിസോഡ് ഫില്ലർ കയറ്റി ഇങ്ങനെ വലിപ്പിച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എഗെയിൻ ഇമോഷണലി നല്ല റൈറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാമെങ്കിലും ഇവർ കൊണ്ടുവന്ന ഹൈപ്പിനുള്ള സാധനമൊന്നും ഫിനാലയിൽ ഇല്ല. കോമിക് ബുക്ക് നോക്കുകയാണെങ്കിൽ ഫിനാലെയൊക്കെ അടിപൊളിയാണ്. ബ്ലാക്ക് നോയർ വന്ന് ഞാനാണ് ഹോംലാൻഡറെ നിന്റെ ക്ലോൺ എന്നൊക്കെ പറഞ്ഞുള്ള സീനൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. അതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല. ആ സമയം ഹോംലാൻഡർ വൈറ്റ് ഹൗസിന്റെ മുകളിൽ നിൽക്കുന്നു, എല്ലാ സൂപ്പർ ഹീറോസും അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിപ്പുണ്ട്. നമ്മളെ ബുച്ചർ ഒരു ക്രോബാറുമായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് വൈറ്റ് ഹൗസിലോട്ട് ഇങ്ങനെ കയറുകയാണ്. സോ അങ്ങനെ ഒരു സാധനം ഈ ഫിനാലയിൽ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബട്ട് നമ്മൾ ബോയ്സിന്റെ സീസൺ 3 നോക്കുകയാണെങ്കിൽ ഇതിൽ നടുക്കത്തെ ഹീറോഗാസത്തിലെ ആ ഫൈറ്റ് ആയാലും അവസാനത്തെ ആ ഫൈറ്റ് ആയാലും എല്ലാം നല്ല പീക്കായിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതിൽ നമുക്കൊരു ഫിനാലേന്റെ വൈബ് കിട്ടുന്നുണ്ട്. അതുപോലും ഈ സീസണിൽ ഇല്ല. സോ ഇവര് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ പോസ്റ്റർ ഒന്നും കണ്ടിട്ട് അതൊക്കെ ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കല്ലേ. അങ്ങനെ ഒന്നുമില്ല, അത് വെറും സ്പാമിംഗ് ആണ്. ഒരു സമയം ബോയ്സ് മാർവലിനെയും DC-നെയൊക്കെ കളിയാക്കുമായിരുന്നു. മാർവലും DC-യും ഒക്കെ അവരുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു പടത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരുടെ പ്രീക്വലും സീക്വലിലും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം പൊട്ടിപ്പോണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ അവസാനം അതേ സാധനമാണ് ഇവർ ഇപ്പൊ ചെയ്യുന്നത്. സോൾജർ ബോയിനെ വെച്ചിട്ട് ഓഡ് റൈസിംഗ് എന്ന് പറയുന്ന ഒരു സീരീസ് വരാൻ പോവുകയാണ്. സോൾജർ ബോയിന് ഈ സീസണിൽ കൊണ്ടുവന്നതിന്റെ മെയിൻ റീസൺ വാട്ടർ റൈസിങ്ങിന് ഒരു ലീഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ വേറൊരു സീനാണ് ഡീപ്പും ബ്ലാക്ക് നോയർ ആയിട്ടുള്ള സ്റ്റോറി. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു. അതും ബ്ലാക്ക് നോയറിനെ ഡീപ്പ് ഈസി ആയിട്ട് കൊല്ലുന്ന പോലെ കാണിച്ച്, ഡീപ്പിന്റെ കൈ കൊണ്ട് ഇവൻ ചത്തല്ലോ എന്ന പോലെ ഉണ്ട്. സോ ഇപ്പോഴത്തെ ബ്ലാക്ക് നോയറിനെ നോക്കുകയാണെങ്കിൽ ഇവന് പറക്കാൻ പറ്റും, ബുള്ളറ്റ് പ്രൂഫ് ആണ്, എങ്ങനെ നോക്കിയാലും ഡീപ്പിനേക്കാളും ഡ്യൂറബിൾ ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ലേസി റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡീപ്പ് വേഴ്സസ് സ്റ്റാർലൈറ്റ് ഫൈറ്റ് കൊള്ളായിരുന്നെന്ന് പറയാം. സ്റ്റാർലൈറ്റും ഡീപ്പിന്റെ ഫൈറ്റ് നടക്കുന്ന കൂടെ തന്നെ അപ്പുറത്ത് പാരലായിട്ട് ഹോംലാൻഡർ ബുച്ചറിന്റെ ഫൈറ്റ് നടക്കുകയാണ്. സോ സീരീസിലെ തന്നെ ഒരു മേജർ ഫൈറ്റ്, അതും ഫിനാലയിൽ ഇങ്ങനെ പാരലായിട്ട് കാണിക്കുന്നത് നല്ലതായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലേസി ആയിട്ടുള്ള റൈറ്റിംഗ് ഒരുപാട് സ്ഥലത്തുണ്ട്. സ്റ്റാർലൈറ്റ് ഓൾ ഫാദർ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർലൈറ്റിന് ഒന്ന് എണീച്ച് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പുറത്ത് ഈസി ആയിട്ട് ഓൾ ഫാദറിനെ കൊല്ലും. പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? നമ്മളെ പോലെ സീരീസ് കാണാൻ വന്നതാണ്. എന്തിനാണ് ജെൻവി സീസൺ 1 സീസൺ 2 നമുക്ക് തന്നത്? കൂടിപ്പോയ ഒരു 5 മിനിറ്റ് ഉണ്ട് ആ മെയിൻ ക്യാരക്ടറിന് സ്ക്രീൻ പ്രസൻസ്. ഇവര് 3 പേര് ഒരു 10 പേരെ വേറൊരു സ്ഥലത്ത് നാട് കടത്തി കൊണ്ടുപോകണം. എന്തിന്? ഹോംലാൻഡറിനെ പേടിച്ച്. ഹോംലാൻഡർ ഇവിടെ ചത്ത് കിടക്കുന്നു. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായിട്ട് നിർത്താനാണ് ആ സീസൺ 1ലും സീസൺ 2ലും ഇത്ര ഹൈപ്പും എലിവേഷനും ഒക്കെ കൊടുത്തത്. ജെൻവിന്റെ സീസൺ 3 ക്യാൻസൽ ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതോടെ ഇവരുടെ കഥ അവസാനിക്കുകയാണ്. ഇനിയിപ്പോ ഉണ്ടെങ്കിലും ആരും കാണാനും പോണില്ല, കാരണം മേജറായിട്ട് ഒരു സ്റ്റോറിയും ഇല്ല. പിന്നെ ബുച്ചറിന്റെ ബുൾഡോഗ് ടെറർ മരിച്ചോ, ഒരു നാച്ചുറൽ ഡെത്ത് ആണ്, വയസ്സായാണ് മരിച്ചു പോകുന്നത്. ആ സമയം സ്റ്റാൻ എഡ്ഗർ വോട്ടിനെ വീണ്ടും അയാളുടെ കൺട്രോളിൽ കൊണ്ടുവരും. സോൾജർ ബോയ് ഹോംലാൻഡറൊക്കെ ഉണ്ടാവാൻ ഒരു മേജർ കാരണം സ്റ്റാൻ എഡ്ഗർ ആണ്. വീണ്ടും അവന്റെ കയ്യിൽ തന്നെ വോട്ട് പോയല്ലോ എന്നും പറഞ്ഞ് ഇനി ഈ ലോകത്ത് സൂപ്പർ ഹീറോസെ കാണാൻ പാടില്ല എന്ന രീതിയിൽ ബുച്ചർ ആ വൈറസ് എടുത്തുകൊണ്ട് വീണ്ടും ഫൈറ്റിന് പോവുകയാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഇതിങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. അവർ നോക്കുമ്പോൾ ബുച്ചർ അവന്റെ പട്ടി മരിച്ചോണ്ട് എല്ലാവരെയും കൊല്ലണം എന്ന രീതിയിൽ ഒരു വില്ലനായിട്ട് വീണ്ടും മാറുന്നു. അത് കുറച്ചും കൂടെ ജസ്റ്റിഫൈഡ് ആയിട്ട് കാണിക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ പട്ടീനെ ഹോംലാൻഡർ കൊല്ലുന്ന പോലെ കാണിച്ചിരുന്നെങ്കിലും കുറച്ച് അക്സെപ്റ്റബിൾ ആയിരുന്നേനെ. എന്തോന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനത്തെ ഹോംലാൻഡറിന്റെയും ബുച്ചറിന്റെ ആ ഒരു പെർഫോമൻസ് സീരീസിനെ രക്ഷിച്ചെന്ന് നമുക്ക് പറയാം. അതും ഹോംലാൻഡറിന്റെ ഡെത്ത് നല്ല ജസ്റ്റിഫൈങ് ആയിരുന്നു. ആവശ്യമില്ലാതെ കുറെ ഫില്ലർ എപ്പിസോഡൊക്കെ ഇറക്കി കുറച്ച് മോശമാക്കി സീരീസ്.
അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര മിഡാണ്. എന്നെ സംബന്ധിച്ചോളം സീസൺ 3 ആണ് പീക്ക്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തീർത്ത് കളഞ്ഞെന്ന് തോന്നി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, സ്പാം ആയോ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക.